മുഖത്ത് ഇതുപോലത്തെ ബൾബ് പോലത്തെ മുഖക്കുരു വരിക, മുഖക്കുരു വന്ന് പോയി കഴിഞ്ഞാലും പാടുകൾ അതുപോലെ തന്നെ ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ്ലി നീക്കം ചെയ്യാനായിട്ട് നമുക്ക് അലോവേര ജെൽ എങ്ങനെ യൂസ് ആക്കാം നോക്കാം. ഒപ്പം തന്നെ വേറെ കുറച്ച് യൂസസും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ആക്കാം, മേക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ആക്കാം, സ്കിൻ കെയറിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന്, സ്കിൻ നറിഷ് ചെയ്യാനായിട്ട്, സ്കിൻ ഇപ്പോൾ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഗ്ലോ കൊണ്ടുവരാനും ഒക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിലൊക്കെ ഒരുപാട് പേർക്ക് അവൈലബിൾ ആയിരിക്കും. ഈവൻ ഒരു കുഞ്ഞു ചെടിച്ചട്ടിയിൽ വെച്ചാൽ പോലും വളർന്ന് കിട്ടുന്ന സാധനമാണ് കറ്റാർവാഴ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നീരെടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി അത് സ്റ്റോർ ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രോസസ്സ് ഞാൻ കാണിക്കുന്നില്ല, അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, തീർച്ചയായിട്ടും ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. ഈ വീഡിയോയിലല്ല, വരുന്ന വീഡിയോസിൽ അതും ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഞാൻ 5 ടിപ്സ് പറയുന്നുണ്ട്. 5ഉം നിങ്ങൾക്ക് വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡേ ടു ഡേ ലൈഫിൽ അലോവേര ജെൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സൂപ്പറായിട്ട് വർക്ക് ആവുന്ന ഹാക്സ് ആണ്. ഒപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ഓൾ ഓഫ് യു, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. എല്ലാവർക്കും പുതിയൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഈ ഒരു അലോവേര ജെല്ല് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലും യൂസ് ആക്കാം. ഇതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നാച്ചുറലായിട്ട് യൂസ് ആക്കുന്നത് തന്നെയാണ്. നമുക്ക് മുഖത്തിൽ ആദ്യം എങ്ങനെയാണ് യൂസ് ആക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് 2-3 എണ്ണം ഒരുമിച്ചൊക്കെ കിട്ടും. ഓരോന്നോരോന്നായിട്ട് കിട്ടുമെങ്കിൽ വലിയ പാക്കറ്റ് വാങ്ങേണ്ടി വരും. ഈസി ആയിട്ട് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിമ്പിൾസിന് വേണ്ടി ഇതെങ്ങനെ യൂസ് ആക്കാം നോക്കാം. മുഖക്കുരു ഉള്ള സ്ഥലത്ത് ഇതുപോലെ ഒരു പമ്പ് എടുക്കുക, ഒരു ചെറിയ ഡ്രോപ്പ് എടുക്കുക. എന്നിട്ട് എവിടെയാണോ മുഖക്കുരു ഉള്ളത്, ഇങ്ങനെ തടിപ്പ് വന്ന് തുടങ്ങിയില്ലേ, അപ്പം തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരായാലും ചെയ്തു നോക്കാം. കാര്യം ഈവൻ 15 വയസ്സ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് തന്നെ ഒരുപാട് മുഖക്കുരു വരാറില്ലേ, അവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ തടിപ്പ് വരുമ്പോൾ തന്നെ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തടിപ്പ് വലിയ പിമ്പിളായിട്ട് മാറാതെ ഭയങ്കരമായിട്ട് അങ്ങ് കുറയും. ഇത് നിങ്ങൾ രാത്രി ഇങ്ങനെ വെച്ചിട്ട് കിടക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഒറ്റ ദിവസത്തിൽ തന്നെ ചെറിയ മുഖക്കുരു ആണെങ്കിൽ മാറിക്കിട്ടും. പക്ഷെ വലുതാണെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തിലൊന്നും പോവില്ല, വീണ്ടും 1-2 ദിവസം സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ആക്കുക. എല്ലാ ദിവസവും രാത്രി വെച്ച് കൊടുക്കുക. വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ പകലും വെച്ച് കൊടുക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. എന്തായാലും ഒന്ന് മാത്രമല്ല, 2-3 പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വിരൽ വെച്ചിട്ട് ഓരോന്ന് മാറ്റി ചെയ്ത് കൊടുക്കണേ. ഒരു തവണ ടച്ച് ചെയ്ത മുഖക്കുരുൽ ടച്ച് ചെയ്ത് വിരൽ വെച്ചിട്ട് പിന്നെ അടുത്ത് വീണ്ടും വേറൊരു മുഖക്കുരുൽ ടച്ച് ആവരുത്. ഒലിച്ച് വരുന്ന രീതിയിലും വെക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചതോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വീട്ടിലുള്ളതോ യൂസ് ആക്കാം. വീട്ടിലുള്ളതാണെങ്കിൽ ഒലിച്ച് വരും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒലിച്ച് വരുന്നത് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കളഞ്ഞാൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫേസ് പാക്കിൻ്റെ ഒപ്പം എങ്ങനെയാണ് അലോവേര ജെൽ യൂസ് ആക്കണം നോക്കാം. ഒരുപാട് ഹോം റെമഡീസ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യാതെ പോകുന്ന മോശമല്ലേ. അതുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാൻ യൂസ് ആക്കുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന തരത്തിലുള്ള ഒരു ഹോം റെമഡി കാണിച്ചു തരാം. ഫേസ് പാക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിനും സ്കിന്നിനെ ഹീലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്കിത് യൂസ് ആക്കാനായിട്ട് പറ്റും. കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1-1.5 സ്പൂണോളം അരിപ്പൊടി എടുത്തു. അതിനുശേഷം കുറച്ച് തേൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലും നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓയിലി സ്കിൻകാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഒരല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റാനും സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ നല്ലതാണ്. ഞാനിതാ അലോവേര ജെല്ലും കൂടെ ഇതിനോട്ട് ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്താൽ പിന്നെ വെള്ളം ചേർക്കേണ്ടി വരില്ല. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് നമുക്ക് നന്നായിട്ട് മിക്സായി ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഒരല്പം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഇനി റോസ് വാട്ടർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അലോവേര ജെല്ലായാലും തേനായാലും നന്നായിട്ട് സ്കിന്നെ നറിഷ് ചെയ്യാനും ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടി നമ്മളിതിൽ യൂസ് ആക്കിയിട്ടുണ്ട്. അരിപ്പൊടി നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, പെട്ടെന്ന് ബ്രൈറ്റ്നസ് തരും. ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടാണുള്ളത്. ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോ അത് നന്നായിട്ട് മിക്സായി കിട്ടും. എന്നിട്ട് നമുക്ക് യൂസ് ആക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. എന്നിട്ട് ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ മുഖത്ത് വെച്ചേക്കുക. ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വെള്ളം തളിച്ചു കൊടുക്കുക മുഖത്ത്, അല്ലെങ്കിൽ കഴുകി കളയുക. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഡ്രൈ ആകുന്നെങ്കിൽ വാഷ് ചെയ്താൽ മതി. അതിന് മുന്നേ ആണെങ്കിൽ ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം തളിക്കരുത്, ജസ്റ്റ് കുറച്ച് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുഖത്തോട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈനെസ് മാറി കിട്ടും. എന്നാൽ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് അലോവേര ജെല്ല് പാക്കായിട്ടും യൂസ് ആക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതോടൊപ്പം കുറച്ച് അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ സ്കിന്നെ ഹീൽ ചെയ്യാനും സൂത്ത് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ തരാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. മുഖക്കുരു വന്നതിൻ്റെ പാടുകളുണ്ടെങ്കിൽ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വെച്ച് കൊടുത്താൽ മതി. അത് മാറിക്കിട്ടാനും സഹായിക്കും. അടുത്തതായിട്ട് ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനിൽ ഒരു മിക്സഡ് ക്രീം ഉണ്ടാക്കും. അതിന് ഞാൻ യൂസ് ആക്കുന്നത് അലോവേര ജെല്ലാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു സെറാമിഡ്സ് ഉള്ള ഡോട്ട് കീയുടെ മോയ്സ്ചറൈസർ ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് യൂസ് ആക്കുന്നതാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ചില സമയത്തല്ല, മോസ്റ്റ്ലി എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് എനിക്കിത് ടു മച്ച് ഹെവി ആയിട്ട് തോന്നും. അങ്ങനെ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ക്രീമിനൊപ്പം കുറച്ച് അലോവേര ജെല്ലും കൂടെ മിക്സ് ആക്കാറുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജെല്ലി ആയിട്ടുള്ള അലോവേര ജെല്ലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിത് യൂസ് ആക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇത് ഡെമോ നിങ്ങൾക്ക് അലോവേര ജെല്ലിൻ്റെ ടെക്സ്ചർ കാണിക്കുന്നതാണ്. യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ആദ്യം നമുക്ക് വേണ്ട ശരിക്കുള്ള മോയ്സ്ചറൈസർ ഉണ്ടല്ലോ ഇതെടുക്കുക. ഇനി നിങ്ങൾ ജെൽ ടൈപ്പൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം വരത്തില്ല. പക്ഷേ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ, ഈവൻ ഓയിലി സ്കിൻ ആണെങ്കിലും കുറച്ചും കൂടെ നറിഷ്മെൻറ്റ് വേണം എന്ന് തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ്ലി സ്കിന്ന് ക്ലോഗ് ആകുക, ഓവർ മോയ്സ്ചറൈസേഷൻ ആയി പോവുക, അതുകൊണ്ട് തന്നെ മുഖക്കുരു വരിക, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുമുണ്ട്. കാര്യം നമുക്ക് ഓയിലി സ്കിൻ ആണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസേഷൻ നൽകാനും എന്നാൽ അത്രയും ഹെവി ആവണ്ട, ക്രീം ഒട്ടും ഹെവി ആവാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. കുറച്ച് ക്രീം എടുക്കുക, ഒപ്പം കുറച്ച് അലോവേര ജെല്ലും കൂടെ മിക്സ് ആക്കുക. എത്രയാണോ നമ്മൾ മുഖത്ത് എടുക്കുന്നത് അതിൻ്റെ പകുതി മാത്രം ക്രീം എടുക്കുക. എന്നിട്ട് അലോവേര ജെല്ലും ബാക്കി എടുക്കുക. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മുഖത്ത് ഈ ഒരു മിക്സ് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഞാനിത് കേട്ടപ്പോൾ അങ്ങോട്ട് വിശ്വസിച്ചില്ല. പക്ഷേ ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതാണ്. ഓയിലി സ്കിൻകാരാണ്, പക്ഷേ ഒരുപാട് മാറ്റിഫയിങ് ആയിട്ടുള്ള ക്രീംസൊക്കെ യൂസ് ചെയ്താൽ എനിക്ക് സ്കിൻ വീണ്ടും ഡ്രൈ ആകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് വേണ്ടെന്നാണെങ്കിൽ മാറ്റിഫയിങ് ആയിട്ടുള്ള ക്രീംസ് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഈവൻ എൻ്റെത് ഓയിലി സ്കിൻ ആണെങ്കിലും എനിക്കൊരു ഗ്ലോ ഒക്കെ എൻ്റെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു ഓയിലിനെസ് ആണല്ലോ, അതെനിക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നാച്ചുറലി അതൊന്നും യൂസ് ആക്കാറുമില്ല. അപ്പോൾ ചില സമയത്ത് തിക്ക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ആക്കണം എന്ന് തോന്നും ഡ്രൈനെസ് കാരണം. പക്ഷേ അതൊട്ടും സെറ്റാവില്ല, മുഖക്കുരു വരും എന്ന് തോന്നുന്ന സമയങ്ങളിൽ ഇതുപോലെയാണ് യൂസ് ആക്കുന്നത്. ഇതെനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ക്രീംസ് യൂസ് ആക്കണം, പക്ഷെ അത്രയും ഹെവിനെസ് വേണ്ടെന്നാണെങ്കിൽ ഈ ഒരു ഹാക്ക് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി റിസൾട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് തലയിൽ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ മുടി വളരാനൊക്കെ ഉപയോഗിക്കാറുണ്ട് നാച്ചുറലായിട്ടുള്ള കറ്റാർ വാഴയുടെ നീര്. ഇതല്ല, ഇതൊരു ഹാക്കാണ്. ഇത് നമുക്കിതുപോലത്തെ ബേബി ഹെയർസ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കറണ്ട് അടിച്ച മാതിരി മുടിയെല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുക, ഒട്ടും ഭംഗിയില്ലാണ്ട് മെസ്സി ആയിട്ട് മൊത്തം മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു അലോവേര ജെല്ല് കയ്യിൽ വെച്ച് വെക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് അപ്പോൾ തന്നെ കുറച്ച് അലോവേര ജെല്ല് എടുക്കുക, മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് സേഫ് ആണല്ലോ, കാര്യം നമുക്ക് അത്രയും പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല. തലയിൽ സ്കാൽപ്പിലോട്ടൊന്നും എത്തില്ലല്ലോ, നമുക്ക് മുടിയിൽ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കാണ്. ഇനി സ്ലീക്ക് ബണ്ണൊക്കെ ചെയ്യുന്നവരാണ്, നന്നായിട്ട് അങ്ങ് പതിഞ്ഞിരിക്കണം അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറേ വാക്സ് ഒക്കെ കിട്ടുമല്ലോ, അത് യൂസ് ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അലോവേര ജെല്ലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വാസലിൻ, ഒരല്പം മാത്രം വാസലിൻ മിക്സ് ചെയ്തിട്ട് അതിനൊരു ഹെയർ ജെല്ലാക്കി മാറ്റി നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. അത് ഞാൻ മുന്നൊരു ഷോർട്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര സൂപ്പറായിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ആക്കാൻ പറ്റുന്ന ഹാക്സ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ പഴയ വീഡിയോസ് ഷോർട്സും ഒക്കെ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ, നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു അലോവേര ജെൽ പ്രൈമറായിട്ടും യൂസ് ആക്കാറുണ്ട്. ഫേസിൽ നമുക്ക് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പ്രൈമറായിട്ട് യൂസ് ആക്കാം. എൻ്റെ മുഖത്ത് ഒരുപാട് കുഴികളുള്ളതല്ലേ, അപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന പ്രൈമർ ഇതാണ്. ഞാൻ ഇതുവരെയും പുറത്തുനിന്ന് പ്രൈമർ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടില്ല. ഇതെനിക്ക് നല്ല റിസൾട്ട് തരുന്നത് കൊണ്ടാണ് ഞാൻ ഇതുവരെയും വാങ്ങാത്തത്. ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പുതിയത് വാങ്ങിച്ച് ട്രൈ ചെയ്യുമായിരിക്കും. എനിവേസ് ഇത് തന്നെ നല്ല റിസൾട്ട് തരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു അത്യാവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല കേട്ടോ, ഡെഫിനറ്റ്ലി ഞാൻ വാങ്ങുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ എടുത്ത് ഈ ഒരു അലോവേര ജെല്ല് ഫേസിൽ മുഴുവനും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് സ്കിൻ നറിഷാവും, ഒരു ബാരിയർ ഉണ്ടായതുപോലെ ഇരിക്കും. ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഫേസിലോട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സ്പ്രെഡ് ചെയ്യാനേ പറ്റത്തില്ല. അത് അവിടെയായിട്ട് ഓരോരോ ഷെയ്ഡായിട്ട് ഒട്ടി പിടിച്ചിരിക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല, ഒരു ഫിനിഷിങ്ങും കിട്ടില്ല, കേക്കി ആവും, ഒട്ടും രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും അത് മാറ്റിഫയിങ് ആയിരിക്കും, ജെൽ ടൈപ്പ് ആയിരിക്കും. ഇത്രയും നറിഷ്മെൻറ്റോ ഒരു
മോയ്സ്ചറൈസേഷനോ തരില്ല. അതുകൊണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാനിത് മസ്റ്റായിട്ടും യൂസ് ആക്കുന്നത്. ഈവൻ ഐ മേക്കപ്പ് ആയാൽ പോലും ഞാനിത് യൂസ് ആക്കാറുണ്ട്. കാര്യം എന്താ വെച്ചാൽ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബേസ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ആവാനും ലോങ് ലാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, എന്നാൽ അത് പിന്നെ ഒലിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം, ഒരു ചെറിയ ബോൾ സൈസൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു ബോൾ സൈസ് അത്ര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സ്കിന്നിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് തരും കേട്ടോ. നന്നായിട്ട് വർക്കാവുന്ന ഹാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ വർക്കിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊക്കെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഹാക്സ് ഒക്കെ തന്നെ ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ആക്കുന്നതാണ്. നിങ്ങൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ചാനലിലുള്ള ബാക്കി വീഡിയോസും കണ്ടു നോക്കുക.